നമസ്കാരം, ഞാൻ ലിജി ഷമീർ. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ആലപ്പുഴ ജില്ലയുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസായത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും, ഇതാണോ ഇത്ര വലിയ കാര്യം? ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ മുറ്റത്തുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള വ്യവസായമാണ്, ഇപ്പോഴാണോ ഇതൊക്കെ ഞാൻ കാണുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ശരിക്കും ഞാനിപ്പോഴാണ് ഇത്രയും അടുത്ത് കാണുന്നതും ഞാനതൊരു വീഡിയോ ആക്കി ചിത്രീകരിക്കുന്നതും. അപ്പം ആ വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്ര പുതുമയൊന്നുമല്ല, യൂട്യൂബിലും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇതിൻ്റെ കിട്ടും. അപ്പം ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി പകർത്തി ഇതിൽ അപ്ലോഡ് ചെയ്യുകയാണ്. സ്വർണ്ണ നൂലുകളിൽ നിന്നും നെയ്തെടുക്കുന്ന ജീവിതപ്പായയുടെ ഇഴകളാണ് ആലപ്പുഴ ജില്ലയുടെ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ തന്നെ. നമ്മുടെ മുന്നിലേക്കെത്തുന്ന ഓരോ ഉൽപ്പന്നങ്ങളും അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഇത്രമാത്രം എഫർട്ടിട്ടാണോ ഇതൊക്കെ ചെയ്യുക എന്ന് നമുക്ക് തോന്നും. ആലപ്പുഴയിൽ നിന്നുള്ള കയറുൽപ്പന്നങ്ങളാണ് ഈ കൊച്ചു ആലപ്പുഴയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചതെന്ന് നമുക്കറിയാം. ഓരോ വീട്ടിലും 2ഉം 3ഉം കുളം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറി. വീട്ടുമുറ്റത്ത് ചകിരി പിരിക്കുന്ന പുരുഷന്മാരെയോ സ്ത്രീകളെയോ ഒന്നും എവിടെയും കാണാനില്ല. ഇവിടെ അടുത്തായിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയത് ഇവിടെ അടുത്ത് എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു യൂണിറ്റിലാണ്. ഇവിടെ പ്രധാനമായും നെയ്തെടുക്കുന്നത് വലപ്പായാണ്. ഇവിടെ വരുന്ന കയറിൻ്റെ ബണ്ടിലുകൾ ഇതുപോലെ ഈ മെഷീനിൽ കയറ്റി ബോബൻ റോളുകളായിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് വിശദീകരിച്ച് തരുന്നത് നമ്മുടെ ഒരു സുഹൃത്തായ ഉദയനാണ്. ഉദയൻ വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള പണിക്കാരിൽ പലരും നമ്മുടെ ഏറ്റവും അടുത്ത പരിചയക്കാരാണെന്ന് കണ്ടത്. കൃത്യമായ അളവിലും തൂക്കത്തിലും നെയ്തെടുക്കുന്ന വലപ്പായ് റോഡ് പണി നടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയാനും കൃഷി ആവശ്യങ്ങൾക്കുമായി വിദേശത്ത് കയറ്റി അയക്കാനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എത്രത്തോളം യന്ത്രങ്ങളുടെ സഹായമുണ്ടെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ മനുഷ്യൻ്റെ അധ്വാനം വേണ്ടിവരുന്ന ഒന്നാണ് ഈ കയർ മേഖല. തിരക്കിട്ട് വലപ്പായ നെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഷിബുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞത്. ഇത് പ്രധാനമായിട്ടും മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന 4 മീറ്റർ വീതിയുള്ള ഉൽപ്പന്നമാണ്, 50 മീറ്റർ നീളവും. ജിയോടെക്സ് അല്ലെങ്കിൽ വലപ്പായ എന്നാ പറയുന്നത്. ഈ ഉൽപ്പന്നത്തിന് ജിയോടെക്സ് അല്ലെങ്കിൽ വലപ്പായ എന്നാ പറയുന്നത്. പൂർണ്ണമായും കൃഷി ആവശ്യത്തിനാണ്, മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയാണ്. ഈ 4 മീറ്റർ വീതിയും 50 മീറ്റർ നീളവും ഒരു വലപ്പായ. പലതും പലതാണ്. ഈ ചെയ്തിരിക്കുന്ന ഉൽപ്പന്നം 180 കിലോ തൂക്കം വേണം ഒരെണ്ണത്തിന്. മെഷർമെന്റ് ഉണ്ടല്ലേ? 900 ഗ്രാം, ഒരു സ്ക്വയർ മീറ്റർ 900 ഗ്രാമാണ് ഈ ഉൽപ്പന്നം. ഇത് പല രീതിയുണ്ട്. ഇതിൽ 400 കൈകളും കാലുകളും ഒരേ സമയം ചലിപ്പിച്ച് ഓടമെറിഞ്ഞാണ് ഓരോ വലപ്പായും നെയ്തെടുക്കുന്നത്. ആദ്യമായി കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്കതൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു. ചെറിയൊരു വള്ളത്തിൻ്റെ മാതൃകയിലുള്ള ഒരു ഉപകരണത്തിൽ ചുറ്റിവെച്ച കയറ് പിടിപ്പിച്ച് ഇഴകൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞുകൊണ്ടാണ് ഈ വലപ്പായി നെയ്തെടുക്കുന്നത്. നെയ്തുമാറ്റിയ വലപ്പായ ഓരോന്നും 2ഉം 3ഉം ആളുകളുടെ സഹായത്തോടെയാണ് അത് റോള് ചെയ്തെടുക്കുന്നത്.
ഈ നിർമ്മാണ യൂണിറ്റിൻ്റെ പല ഭാഗത്തും പലതരത്തിലുള്ള പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉൽപ്പന്നങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന ചകിരിനാരുകൾ പോലും മറ്റൊരു രൂപത്തിലാക്കി ഉപയോഗപ്രദമായ രീതിയിലെടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഈ ലോറികളിൽ കൊണ്ടിറക്കുന്ന ഈ ചകിരിക്കെട്ടുകൾക്ക്, അത് 1.5 മീറ്ററും 2.5 മീറ്ററും ഒക്കെ നീളമുള്ള ചകിരിക്കെട്ടുകളാണ്. ഇതിന് പറയുന്ന പേരാണ് ലോഗ്. പുറമേയുള്ള കാഴ്ചയ്ക്ക് ഈ ചകിരിക്കെട്ടുകൾ രാജകീയമായി തോന്നാമെങ്കിലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് കാണാം. അവിടെയുള്ള തൊഴിലാളികളുടെ ഓരോരുത്തരുടെയും സകല അധ്വാനവും എടുത്താണ് ഓരോ ചകിരിക്കെട്ടുകളും ലോഗുകളാക്കി മാറ്റുന്നത്. പില്ലറ്റ് എന്ന് പറയും. പില്ലറ്റെ കയറി ഇറങ്ങിയാണ് അങ്ങോട്ട് ചെയ്യുന്നത്. ഇതൊരു വലിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മനസ്സിലായോ? ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിൻ്റെ പിന്നിലും മനുഷ്യൻ്റെ അതികഠിനമായ ശാരീരികവും മാനസികവുമായ അധ്വാനത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാം. കൂടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും ഈ കമ്പനിയുടെ ഉടമസ്ഥനായ അവറാച്ചൻ മുതലാളിയാണ്. ഇതല്ലേ ഈ വല റോഡിനുള്ളതാണ്. കൽപ്പവൃക്ഷത്തിൽ നിന്നും വേർതിരിച്ച സ്വർണ്ണ നൂലുകൾ കൊണ്ട് ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളികൾ അവരുടെ ജീവിതം ഇഴപിരിക്കുമ്പോൾ അവരുണ്ടാക്കിയ കയറുൽപ്പന്നങ്ങളും വിദേശീയരുടെ മനം കവരുകയും ചെയ്തപ്പോൾ ആലപ്പുഴ എന്ന കൊച്ചു ജില്ലയുടെ സ്ഥാനം ലോകത്തിൻ്റെ നെറുകയിലാണ് അടയാളപ്പെടുത്തിയത്. പുറമേ നെയ്തെടുക്കുന്ന പോലെ അത്ര മനോഹരമല്ല കയർ തൊഴിലാളികളുടെ ജീവിതങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ പരമ്പരാഗതമായ വ്യവസായമായ ഈ കയർ മേഖലയിലേക്ക് കടന്നു വരാൻ പുതിയ തലമുറയിലെ കുട്ടികൾ മടിക്കുകയാണ്. തെങ്ങിൻ്റെയും തൊണ്ടിൻ്റെയും ഒക്കെ അഭാവം മൂലം ഇന്ന് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും കയറുകൾ കേരളത്തിലെത്തുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം ലീലച്ചേച്ചിയാണ് കേട്ടോ. പമ്പരത്തിൽ ചുറ്റി റാഡിൽ കറക്കി കയറുകൾ ഓരോന്നും നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് വെക്കുകയാണ് ലീലച്ചേച്ചി. ഇത്ര അളവിൽ ചുറ്റി വെക്കും അല്ലേ? 3 മീറ്റർ വീതിയും 30 മീറ്റർ നീളവുമുള്ള വലപ്പായ് നെയ്യാനുള്ള തറി സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. കൽപ്പവൃക്ഷമായ തെങ്ങിൻ്റെ ഓരോ ഭാഗം കൊണ്ടും ഒരുക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കളാണ് നമ്മളെല്ലാവരും. ഓരോ ഉൽപ്പന്നങ്ങളും ചെയ്തെടുക്കുന്ന കാഴ്ചകൾ കാണാൻ കൗതുകമാണെങ്കിലും വലിയൊരു മനുഷ്യാധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് കാണാം. ഉദയനോടൊപ്പം തന്നെ സന്തോഷും ഷിബുവും ബിജുവും സുരേഷുമൊക്കെ അവർ ചെയ്യുന്ന ഓരോ വർക്കിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഈ ശാരീരിക അധ്വാനത്തിനിടയിൽ കുറച്ച് മാനസികോല്ലാസം ലഭിക്കാനായി റേഡിയോ പാട്ട് വെച്ച് കേട്ടുകൊണ്ടാണ് ഓരോ വർക്കും നടക്കുന്നത്. വിദേശീയരുടെ സമ്പദ് വ്യവസ്ഥയെ അനുസരിച്ചായിരിക്കും നമ്മുടെ നാട്ടിലെ കയർ മേഖലയുടെയും അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയും നിലനിൽപ്പ് എന്നത് പരമമായ ഒരു സത്യം തന്നെയാണ്. അവർ അവരുടെ സ്വീകരണ മുറിയും ഓഫീസുകളും കയർ ഉൽപ്പന്നങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കയർ മേഖലയ്ക്ക് പുതുജീവൻ നൽകാൻ കഴിയൂ എന്നത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവരും ഒരുപോലെ പറയുന്നു.
പ്രകൃതിയുടെ വരദാനമായ തെങ്ങിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേങ്ങയുടെ ചകിരി കൊണ്ടുള്ള ഈ വ്യവസായം ഒരുപാട് നാൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായേ തീരൂ. നമ്മുടെ നാടൊരുക്കുന്ന ഈ പ്രകൃതിദത്തമായ ഉൽപ്പന്നം ഇനിയും കൂടുതൽ വിദേശികളെ ആകർഷിക്കാനും കൂടുതൽ വലപ്പായകളും കൂടുതൽ കയർമാറ്റുകളും അതുപോലെയുള്ള മറ്റനവധി കയർ ഉൽപ്പന്നങ്ങളും വിദേശ മണ്ണിലേക്ക് കയറ്റിവിടാൻ നമ്മുടെ നാടിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ച ആ കമ്പനിയിലെ എല്ലാ സൗഹൃദങ്ങൾക്കും കമ്പനിയുടെ ഉടമ അവറാച്ചൻ മുതലാളിക്കും ഒരുപാട് നന്ദി.